നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇപ്പൊ തന്നെ തുടങ്ങിയോ മൈലാഞ്ചി കല്യാണമൊക്കെ? അത് ചെയ്തേ പറ്റൂ. ഇത് മൈലാഞ്ചി കല്യാണമൊന്നല്ല, അത് രാത്രി. ഇത് അതിനു മുൻപേ ഉള്ള ഇവിടെ മരുടെ അലങ്കോല പണി. ഇതാണ് വരൻ. പേരറിയാലോ, ധനുഷ്. എന്താണ് കൂട്ടുകാരുടെ കമന്റ്? നല്ലത് തന്നെയാണോ? ആ, നല്ലത് തന്നെയാ. ഇനിയിപ്പോ മോശം പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. സർ, സാറിങ്ങോട്ടാ? മണ്ഡപത്തിലേക്കാണോ? അല്ല, ഓഫീസിലേക്ക്. ഓഫീസിലേക്കോ? എന്താ അങ്ങനെ ഒരു വാക്ക് ധനുഷ് കേട്ടിട്ടില്ലേ? അതല്ല. നീ ഇത് രാവിലെ എവിടേക്കാ? സച്ചിന് ഓഫീസിൽ എന്തോ അത്യാവശ്യ വർക്കുണ്ടല്ലോ. എന്താവശ്യമായാലും ഇന്ന് നീ പോകണ്ട. നാളെ നിന്റെ പെങ്ങളുടെ വിവാഹം. ഇന്ന് അതിന്റെ മുന്നോടിയായി മഞ്ഞൾ കല്യാണം പോലുള്ള ആഘോഷങ്ങൾ വേറെ. ആ സമയത്ത് നീ ഇവിടെ ഉണ്ടാവേണ്ടതല്ലേ? അതിനിടയ്ക്ക് നീ ഓഫീസിലേക്ക് പോയാൽ എങ്ങനാ? അച്ഛൻ പറഞ്ഞ ആഘോഷമൊക്കെ രാത്രിയല്ലേ? ഞാൻ അതിനു മുമ്പ് ഇങ്ങെത്തും. എല്ലാം ഇവന്റ് മാനേജ്മെന്റിനെ ഏൽപ്പിച്ചിരിക്കല്ലേ. പിന്നെ ഞാനിവിടെ വന്നിട്ട് എന്താ കാര്യം? നീ എന്തൊക്കെയാ സച്ചി പറയുന്നത്? ഈ ലോകത്ത് ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ ഇതൊക്കെ? നിനക്ക് എന്താണ് പറ്റിയത്? എനിക്കൊന്നും പറ്റിയതല്ല. വ്യക്തിപരമായ കാര്യങ്ങളും ഓഫീസ് കാര്യങ്ങളും കൂട്ടിക്കൊടുക്കരുതെന്ന് അച്ഛൻ തന്നെയല്ലേ എന്നെ പഠിപ്പിച്ചത്. അതേ ഞാൻ ചെയ്യുന്നുള്ളൂ. നീ എന്തു പറഞ്ഞാലും ശരി, ഇന്ന് നീ പോകുന്നില്ല. അതെന്റെ തീരുമാനം. അച്ഛൻ എന്തിനാ ഇങ്ങനെ വാശി കാണിക്കുന്നേ? എന്റെ വ്യക്തിപരമായ കാര്യങ്ങളിലെങ്കിലും എന്റേതായ തീരുമാനമെടുക്കാൻ എന്നെ അനുവദിച്ചൂടെ? സച്ചേട്ടാ, ഇന്നിനി ഓഫീസിൽ പോണ്ടെന്ന് ഞാനും പറഞ്ഞതല്ലേ. അച്ഛനും നന്ദേണ്ണൊക്കെ പറഞ്ഞിട്ടും പോകുന്നത് ശരിയല്ല സച്ചേട്ടാ. എന്താ എന്റെ തീരുമാനത്തിന് ഒരു വിലയുമില്ലേ? എല്ലാം അവരുടെ മാത്രം ഇഷ്ടം നടന്നാൽ എങ്ങനെയാ? എന്റെ സ്വന്തം കാര്യങ്ങളെങ്കിലും ഞാനൊന്ന് തീരുമാനിച്ചോട്ടെ. എടോ, ഞാനിവിടെ ഇല്ലെന്ന് കരുതി ഇവിടെ ഒന്നിനും ഒരു കുറവും വരാൻ പോകുന്നില്ല. പിന്നെ അവിടെ പറഞ്ഞതൊക്കെ ഒരു അലങ്കാരത്തിന് പറഞ്ഞതേ ഉള്ളൂ. താൻ ധൈര്യമായിട്ടിരിക്കും, ഞാൻ നേരത്തെ വരാം. ഇനി ആളുകളുടെ മുമ്പില് എന്റെ അച്ഛനും ഏട്ടനും പെങ്ങളും ഒന്നും ചെറുതാവണ്ട. പോട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.